കടലിൻ്റെ നടുക്കൂടെ ഉള്ളൊരു പാലമാണ്. അത് കടലാണ് കേട്ടോ, കിടക്കുന്ന കടലാണ്. കടലിലെ വെള്ളമാണ് ഇങ്ങോട്ട് കയറി കിടക്കുന്നത്. വലിയ പാലം. ബോട്ടുകളുണ്ട്, ഇഷ്ടം പോലെ ബോട്ടുകൾ കിടക്കുന്ന കടൽ. മീൻ പിടിക്കാൻ വേണ്ടി കിടക്കുവാണ്. മറ്റേ റേസ് ബോട്ടാണ്. അത് കടലിന് നടുക്കൊണ്ടിട്ടിരിക്കുന്ന എന്തിനാവും? അതിനകത്ത് ആളൊന്നും ഇല്ലല്ലോ. ആളുണ്ടോ അതിനകത്ത്? ആളൊന്നുമില്ല. കടലിൻ്റെ നടുക്ക് കൊണ്ടിട്ടിരിക്കുന്ന ബോട്ട്. അയ്യോ, കടൽ കിടക്കുക. കടലിൻ്റെ മുകളിൽ കൂടെയുള്ള പാലമാണ്. ബോട്ട് വെറുതെ ആ വെള്ളത്തിലിട്ടേക്കുന്നത്. എനിക്കൊന്നും വെള്ളം കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അത് ഒലിച്ചങ്ങാണം വന്നതാണോ? കടൽപ്പാലം. ആ സൈഡെല്ലാം വീടുകളാണ്, ഫുള്ള് വീടുകളാണ്. ഈ പാലം പൊങ്ങും കേട്ടോ. ഇതേ ബോട്ട് വലിയ കപ്പലുകളൊക്കെ വരുമ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് പൊങ്ങി മാറി കൊടുക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് സിഗ്നലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനി കപ്പൽ വരുന്ന സമയത്ത് നമ്മളിവിടെ നിർത്തി കൊടുക്കണം. ഈ ലൈൻ കൊടുത്തേക്കുന്നത് അത് കയറാൻ പറ്റില്ല. അതവിടെ ക്രോസ് കൊടുത്തേക്കുവാണ്. 80 സ്പീഡ്. എല്ലാവരും സ്ഥലത്ത് കയറുന്നുണ്ടോ? എല്ലാവരും അങ്ങനെ പോകുന്നുണ്ട്. വീടിൻ്റെ ആയിരിക്കും ചിലപ്പോൾ കേട്ടോ. കടൽ തിരമാലകൾ ഇടിക്കുന്ന കടലിൻ്റെ ഓളങ്ങളിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഇവിടെ കപ്പൽ, വലിയ കപ്പലൊക്കെ പോകുമ്പോഴേ പോകത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. സൈഡിലെല്ലാം ഇത് പോർച്ചുഗലിലാണ്. പോർച്ചുഗലിൻ്റെ ഒരു വണ്ടി കിടക്കുന്ന. ഇത് ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഇത് ബ്രേക്ക് ഡൗൺ ആയിട്ടേ കിടക്കുന്നുണ്ടാണ് അവിടെ. അല്ലല്ല, ടയർ വണ്ടിയാണ്. അവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോട്ടിൽ മീൻ പിടിക്കാൻ മീൻ വലയിടുന്നുണ്ടെന്നുള്ളതാണ്. അത് അടിപൊളി. അപ്പുറത്ത് വലിയൊരു നഗരമാണ്, വലിയൊരു നഗരമെന്ന് വെച്ചാൽ പോർച്ചുഗലിൻ്റെ വലിയ സിറ്റിയാണ്, ടൗണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഭാഗത്തെല്ലാം നല്ല രസമുണ്ട്. വലിയ പാലമാണ്. കുറേ സമയമായി നമ്മൾ ഈ പാലത്തിൽ കൂടെ, ഏകദേശം 4 മിനിറ്റിന് മുകളിലായി ഈ പാലത്തിൽ കയറിയിട്ട്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാൻ വയ്യ, പക്ഷേ നല്ല ദൂരമാണ്. കടലാണ്, കടലിൻ്റെ നടുക്കൂടെയുള്ള പാലം. കടലാണ്. അപ്പുറത്തുമില്ല. ഒരു സൈഡിൽ ഇവിടുത്തെ വലിയൊരു നഗരം നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ആ ബോട്ടുകളിലൊക്കെ ആൾക്കാരുണ്ടാവും, ഓരോരുത്തരൊക്കെ ഉണ്ടാകത്തുള്ളൂ. അത് നമുക്ക് കാണാൻ സാധിക്കും. മീൻ പിടിക്കാൻ വേണ്ടി കിടക്കുന്ന ആൾക്കാരെ.
നേരമായി ഈ ഒരു പാലത്തിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട്. അതിലെ കൂടെയാണ് കടന്നു പോയത് കേട്ടോ. അങ്ങനെ തിരിഞ്ഞു പോകും പാലം. കടലിൻ്റെ നടുക്കൂടെയുള്ള പാലത്തിലൂടെ നമ്മൾ പോവുകയാണ്. കടലും താണ്ടി അങ്ങനെ പാല നല്ല രസമുണ്ട്. എനിക്കൊന്ന് ആദ്യം ഇതേപോലെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ തുടക്കത്തിൽ ഇതേപോലെ ഉണ്ടെന്ന് തോന്നുന്നു. വർഷങ്ങളായിട്ടാണ് ഇത് പണിയാൻ പറ്റില്ലേ? നമ്മൾ ഏകദേശം 6.5 മിനിറ്റായി. ഇപ്പോഴും കടൽ കഴിഞ്ഞിട്ടില്ല. എനിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും അത് വഴി? സൈഡിലെല്ലാം വലിയൊരു നഗരമധ്യത്തിലോട്ടാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതായിരിക്കും ചിലപ്പോൾ പോർച്ചുഗലിൻ്റെ ടൗൺ അല്ലെങ്കിൽ സെൻറ്റർ ആണോ അറിയില്ല.